ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വാട്സാപ്പിൻ്റെ അകത്ത് തന്നെ ഒരു പുതിയ ഫീച്ചർ. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സാപ്പിൻ്റെ പുതിയ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ 50th ടെക് ന്യൂസ് ആണ്, അല്ലെങ്കിൽ ടെക് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും 50 എപ്പിസോഡ് അല്ലെങ്കിൽ ഹാഫ് എ സെഞ്ചുറി തന്നെ നമുക്ക് ഒരു കൊല്ലം എത്തിക്കാൻ പറ്റി. വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതോടൊപ്പം തന്നെ വേറെ കുറച്ച് നല്ല ടെക് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള കുറച്ച് ഗുഡ് ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. വാട്സാപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം. പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല, നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഏതൊരു മെസ്സേജ് ആണെങ്കിലും അത് റിമൂവ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചർ വാട്സാപ്പ് ഗ്രൂപ്പ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വയലൻസ് മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്മിന്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും പുതിയൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് 15 സെക്കൻഡ് ഉള്ളൂ. നമ്മൾ അതിലും കൂടുതലുള്ളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് കട്ടായിട്ടായിരിക്കും വരിക. പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല, 60 സെക്കൻഡാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൻ്റെ ഒരു ടൈം ലിമിറ്റ് വന്നിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ റീൽസും എങ്ങനെയായിരുന്നു അവർ അപ്ഡേറ്റ് ചെയ്തത്, അതേപോലെ തന്നെ സ്റ്റോറീസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും അതേ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. അതേപോലെ തന്നെ ഡ്രോൺ ഡെലിവറി വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൻ്റെ അകത്ത് തന്നെ ഒരു ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. സ്വിഗ്ഗിയിൽ തന്നെ ഫുഡ് ഡെലിവറി ചെയ്ത്. പക്ഷേ ഇപ്പോൾ ഡ്രോൺ ഡെലിവറി കൊണ്ട് വാക്സിൻസും കൂടെ അവരിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. 9 മിനിറ്റ് കൊണ്ട് തന്നെയാണ് 40 മിനിറ്റിൻ്റെ ഫ്ലൈറ്റ് കാറിൽ പോകുന്നതിന് പകരം 9 മിനിറ്റിൽ ഡ്രോൺ വഴി ഡെലിവറി ചെയ്തെന്ന് പറയുന്നത് വളരെ ഗുഡ് ന്യൂസാണ്. സൂൺ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഈ സ്വിഗ്ഗിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുഡും കാര്യങ്ങളും മെഡിസിൻസൊക്കെ തന്നെ ഇതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞൊരു ചെറിയ ബാഡ് ന്യൂസാണ് ഇന്ത്യക്ക്. കാരണം ഇന്ത്യ വേൾഡിൽ തന്നെ ടോപ്പ് 4 സ്പാമിംഗ് എന്നുള്ള ഒരു ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. അതായത് സ്പാം കോൾസ് അല്ലെങ്കിൽ ഫ്രോഡ്, ഓൺലൈൻ സ്കാംസ് എന്നിവയുള്ള കാര്യങ്ങൾ ഡാർക്ക് നെറ്റിലൊക്കെ കൂടി തന്നെ ഇന്ത്യ 4ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ദിവസവും 6 ലക്ഷത്തിലധികം സ്പാം കോളുകൾ, മെയിൻലി 93% അത് മാർക്കറ്റിംഗ് കോളുകളാണ്. ഇതിൽ തന്നെ ഒരുപാട് പേര് വീഴുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെറിയൊരു സാഡ് ന്യൂസാണ്. ബ്രസീലാണ് നമ്പർ 1 എത്തിയിരിക്കുന്നത് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ. എന്തായാലും ഇന്ത്യ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പോയുടെ തന്നെ ഒരു ഇന്നോഡേയിൽ തന്നെ അവർ 2 പുതിയ ഇന്നോവേഷൻസ് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഓപ്പോയുടെ റിട്രാക്റ്റബിൾ ക്യാമറയാണ്. അപ്പോൾ എന്തെങ്കിലും സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് തന്നെ പുറത്ത് വരുന്ന ഒരു ക്യാമറ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നാച്ചുറൽ ബൊക്കയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, അതേപോലെ തന്നെ ഫോൾ ഡിറ്റക്റ്റും കാര്യങ്ങളുണ്ട്. വീഴാൻ പോവുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി തിരിച്ച് റിട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു മോഡുലർ ക്യാമറ ഡിസൈൻ ഓപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് പുറത്ത് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പിൽ അവർ കാണിച്ച പോലെ തന്നെ പുറത്തൊരു ക്യാമറ അല്ലെങ്കിൽ ഏതൊരു ഫോണിലാണ് വരിക എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓപ്പോയുടെ എയർ ഗ്ലാസ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു ഗൂഗിൾ ഗ്ലാസ് പോലെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് ലൈവ് ടെക്സ്റ്റും VR ഒക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒരു രീതിയിൽ തന്നെ മൾട്ടി ടാസ്കിങ്ങിന് അല്ലെങ്കിൽ ഫോണിലുള്ളത് തന്നെ ഗ്ലാസസിലൂടെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ വരാൻ പോവുകയാണ്. നമ്മൾ റിയൽമി GT2 Pro ഈ ഒരു December 20th വരുമെന്ന് കേട്ടിരുന്നു. അന്ന് ഒരു റിയൽമി GT2 Proയുടെ ലോഞ്ച് ആയിരുന്നില്ല, പകരം ആ ഒരു 3 പുതിയ ഒരു ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഒരു പുതിയ അനൗൺസ്മെൻറ്റ് ആ ഒരു ഫോണിനെ കുറിച്ച് വരുത്തി. ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ ബയോ പോളിമർ മെറ്റീരിയൽ കൊണ്ടാണ് അവർ ഫോൺ ബിൽഡ് ചെയ്യുകയെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു ഗുഡ് ന്യൂസാണ്. നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ ഡിസൈൻ ചെയ്ത് നവോമോ എന്തോ ഒരു ഡിസൈനർ തന്നെയാണ് ഇതും സംഭവം ചെയ്തിരിക്കുന്നത് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 150 ഡിഗ്രിയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും വേറൊരു നല്ലൊരു ഗുഡ് ന്യൂസും കൂടി തന്നെയാണ്. കാരണം നോർമൽ അൾട്രാ വൈഡിനേക്കാളും വലിയൊരു അൾട്രാ വൈഡാണ് നമുക്ക് ഇതിൽ കിട്ടുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷനായിട്ട് റാപ്പ് റൗണ്ട് അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ട് തന്നെ 12 ആൻറ്റിനാസ് വരുന്നുണ്ട്. ഇതിന് വലിയൊരു പേരാണ് അവർ വിളിക്കുന്നതെന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല വൈഫൈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൾ റേഞ്ചും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ബെറ്റർ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് iPhone SE 2022 ലോഞ്ചാണ്. ഇത് March 2022 ലോഞ്ച് ആവുന്ന ഉള്ള ഒരു ലീക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ടൈം ലൈൻ റിവീൽ ആയിട്ടുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒരു iPhone SE ഒരു അണ്ടർ 32 or 40 അല്ലെങ്കിൽ അതിലും താഴെ വരാണെങ്കിൽ 25K വരുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് ആൻഡ്രോയിഡ് യൂസേഴ്സിനെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിനെ തന്നെ കില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോൺ ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡ് ഫോൺ കമ്പനികളൊക്കെ പേടിച്ചിരിക്കുകയാണെന്ന് തോന്നി ഒരു iPhone SEയുടെ 3 വരുന്നത് കണ്ട്, അല്ലെങ്കിൽ iPhone SE 2020 ഒരു വരവിൽ നിന്ന് തന്നെ നമുക്ക് പറയാം.
അതേപോലെ തന്നെ വൺ പ്ലസ്, ഓപ്പോ എന്നിവയുള്ള കമ്പനികളൊക്കെ 80 വാട്ടിൻ്റെ ചാർജറായിട്ട് വരികയാണ്. 65, 66 സൂപ്പർ വൂക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് ഓപ്പോ വൺ പ്ലസിന് തന്നെ അവരുടെ സബ് ബ്രാൻഡായിട്ടാണ് ചൈനയിൽ സീക്രറ്റ്ലി റിവീൽ ചെയ്തിരുന്നത് പറയുന്നത്. അതൊരു ഇവൻറ്റിൽ തന്നെ അവർ പറഞ്ഞു കുറച്ച് കാലം മുമ്പ് ഇത് ബാക്ക് എൻഡിലായിരുന്നു ഈ ഒരു ഇൻറ്റിഗ്രേഷൻ. ഇപ്പോൾ ഇതാ അവർ പുറത്ത് വിളിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. കാരണം ഇപ്പോൾ വൺ പ്ലസിലാണെങ്കിൽ ഓപ്പോയിൽ വരുന്നതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ചേഞ്ചസും കാര്യങ്ങളും സിമിലർ ചാർജിങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 80 വാട്ട് ചാർജിങ് ഈ രണ്ട് ഫോണുകളിലും പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇത് റിയൽമിയിലേക്കും എത്തുമെന്നുള്ള ചെറിയ ന്യൂസും കാര്യങ്ങളും കേൾക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഐക്കൂടെ തന്നെ Neo 5 ആൻഡ് Neo 5 SE എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തു. Neo 5 എന്ന് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 അതേപോലെ തന്നെ 48 MB OIS ക്യാമറയും LPDDR5ഉം UFS 3.1ഉം 4500 mAh ബാറ്ററിയും 66 വാട്ട് ചാർജിങ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് കേൾക്കുന്നത് പറയുന്നത് 30K ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും കൂടും. SE വരുന്നതെന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 870 അതേപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റോട് കൂടിയുള്ള ഡിസ്പ്ലേയും 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 25K എന്നാണ് റൗണ്ട് ആവുന്ന കേൾക്കുന്നത്. ഇത് എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹൈക്ക് ആകുമ്പോൾ ഒരു 5000 റുപ്പീസൊക്കെ കൂടുതൽ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ എന്നാലും വളരെ നല്ലൊരു പ്രൈസിങ്ങിലാണ് വരുന്നത്. നല്ല കിടിലൻ ഫോണുകളാണ്. ഇത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നുള്ളത് കൺഫേമും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഫേസ്ബുക്കിന് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് 2021 തന്നെ ബേസ്റ്റ് കമ്പനി റിപ്പോർട്ട് വന്നിരുന്നു പറയുന്നത് ഫേസ്ബുക്കാണെന്നാണ്. കാരണം അവർ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നത്തിങ് ന്യൂ, അല്ലെങ്കിൽ ഒരുപാട് യൂസേഴ്സ് വിട്ടുപോവുകയും ചെയ്തു. കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം എന്നിവയൊക്കെ യൂസ് ചെയ്തു. പക്ഷേ ഈ ഫേസ്ബുക്ക് തന്നെ ചേഞ്ചസും കാര്യങ്ങളും എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് മെറ്റാവേഴ്സും കാര്യങ്ങളാണ്. അതെന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യത്തിൽ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവർ ഫേസ്ബുക്ക് ആപ്പ് എന്നുള്ളത് വിട്ടുപോയി. അങ്ങനെ ഒരു വേസ്റ്റ് കമ്പനിയാണെന്നാണോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരുന്നത് പറയുന്നത്. അതുപോലെ നേരത്തെ എന്ന് പറയുന്നത് സാംസങ് S22 റെൻഡേഴ്സും കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ S22 S22 പ്ലസ് ഉണ്ട്, S22 അൾട്ര ഉണ്ട് നോർമലി. പക്ഷേ എന്നാൽ S22 S22 പ്ലസും സിമിലറിങ് ആണ് നമ്മുടെ ഇക്കൊല്ലത്തെ. പക്ഷേ എന്നാൽ S22 അൾട്ര വേറെ നമ്മുടെ ഒരു നോട്ട് സീരീസ് ഡിസൈൻ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു മോഡലർ ഡിസൈനും അല്ലെങ്കിൽ ഒരു ബോക്സി കർവ്ഡ് എഡ്ജസും നമ്മൾക്ക് എക്സാക്ട്ലി ആ ഒരു നോട്ട് സീരീസിൻ്റെ തന്നെ ആ ഒരു എക്സാക്ട് റീബാഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നത്. അതുപോലെ അടുത്തെന്ന് പറയുന്നത് വിവോയുടെ തന്നെ V23 Pro ജനുവരി 4 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ചേഞ്ചിങ് ഡിസൈനോട് കൂടിയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. സൺലൈറ്റിൽ കുറച്ച് നേരം പിടിച്ച കളറൊക്കെ ചേഞ്ച് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണെന്നുള്ളത് റിയൽ ഇൻ ഹാൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ V23 Pro വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ Dimensity 1200ഉം 8GB റാമും ഡുവൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ജനുവരി 4 അടുത്ത മാസം തന്നെയാണ്. നമുക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ചിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. അതേപോലെ അടുത്ത അപ്ഡേറ്റ് വന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. റിയൽമിയുടെ തന്നെ 9i എന്ന് പറയുന്ന ഫോൺ റിയൽമി നാർസോ 9i എന്ന് പറയുന്നത് നാർസോ സീരീസിൽ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് കേൾക്കുന്നത്. 9i എനിക്ക് തോന്നുന്നു ചൈന ലോഞ്ചാണ്. അത് റീബാക്സ്ഡ് ആയിട്ട് നാർസോ സീരീസിൻ്റെ അടിയിൽ നാർസോ 9i എന്ന് പറഞ്ഞിട്ടാണ് വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ റീബാഡ്ജിങ് തന്നെ നമ്മൾ ഈ റിയൽമി ചെയ്യുകയാണ്. ചൈന അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. അവരുടെ നാർസോ സീരീസിൻ്റെ അടിയിൽ ഒരു പുതിയ ഫോൺ ഇറക്കുന്നു. അങ്ങനെയുള്ളൂ ഈ റിയൽമി 9i. പക്ഷേ എന്നാൽ റിയൽമിയുടെ തന്നെ റിയൽമി 9 Pro പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ 5G ആവുമെന്നുള്ള ഒരു ഗുഡ് ന്യൂസ് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ ഇതും വളരെ സൂൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ പല സർട്ടിഫിക്കേഷനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറ ഇൻറ്റേർണൽ ടെസ്റ്റിങ്സ് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ 50 MB എയർ ക്യാമറ സെറ്റും അതേപോലെ തന്നെ 16 MB സെൽഫി ക്യാമറ ഒക്കെ ആവുമെന്നാണ് കേൾക്കുന്നത്. മാർച്ചിലാണ് ഇതിൻ്റെ ലോഞ്ച് നമുക്ക് ഇന്ത്യയിലേക്ക് എക്സ്പെക്ട് ചെയ്യുക. ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഷോമിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഷോമി 12 സീരീസിൻ്റെ ലോഞ്ച് റൂമേഴ്സ് പോലെ തന്നെ 28 ഡിസംബർ ആയിട്ട് കൺഫേം ആയിട്ടുണ്ട്. എക്സാക്ട്ലി കഴിഞ്ഞ കൊല്ലത്തെ ലോഞ്ച് ഡേറ്റിംഗ് ആണ് എപ്പോഴും. ഷോമി 12 Pro 12X ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് നല്ല പുതിയ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതേസമയം സ്നാപ്ഡ്രാഗൺ 8 Gen 1 വേറെ ന്യൂസ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഓവർ ഹീറ്റിങ്ങും തെർമൽസും ഒക്കെ വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് എത്തിയെന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും 888 പ്ലസിനേക്കാളും നല്ല തെർമൽസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ ഇതെന്തുകൊണ്ടും കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ വലിയൊരു സാഡ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഈ ഒരു മോട്ടോറോള എഡ്ജ് X30 ഒക്കെ അത് ഒബ്സർവ് ചെയ്തു. ഷോമിയിൽ എങ്ങനെയാണ് വരാൻ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഷോമി തന്നെ 6 ജനുവരിയിൽ അവർ 120 വാട്ടിൻ്റെ ഹൈപ്പർ ചാർജ് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ ഈ ഹൈപ്പർ ചാർജ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഷോമി 11i ഹൈപ്പർ ചാർജ് അല്ലെങ്കിൽ 11i 11i ഹൈപ്പർ ചാർജ് എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറയുന്നത് ഈ റെഡ്മി നോട്ട് 11 തന്നെ ഒരു റീബ്രാഡ്ജ് ആണ് അല്ലെങ്കിൽ റീബ്രാൻഡിങ് ആണ്. റെഡ്മി നോട്ട് 11 Pro പ്ലസ് എന്ന രണ്ട് ഫോണുകളും ജനുവരി 6 വരുമെന്നാണോ ഇന്ത്യയിലേക്ക് വരുമെന്നാണോ റീബാഡ്ജ്ഡ് ആയിട്ട് വരുമെന്നാണോ എന്നുള്ള ഹിൻ്റാണെന്ന് തോന്നുന്നില്ല. എന്നാലും ഹൈപ്പർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പർ ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന 120 വാട്ടുള്ള ഈ ഒരു ഷോമി 11i ഹൈപ്പർ ചാർജ് എന്ന് പറയുന്ന ഫോണും കൂടെ വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വരികയാണെങ്കിൽ നല്ല പ്രൈസ് പോയിന്റിലൊക്കെ വരികയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് റെഡ്മി നോട്ട് 11 സീരീസിൽ തന്നെ ബാക്കിയുള്ള രണ്ട് ഫോണുകളും കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 കുറിച്ചൊക്കെ നമ്മൾ കേട്ടു ഭയങ്കര തെർമൽസ് ആണ്.
പക്ഷേ ഈ ഒരു മീഡിയ ടെക് സ്നാപ്ഡ്രാഗൺ തന്നെ നല്ല രീതിയിൽ കടത്തിവിട്ട് അവരുടെ Dimensity 9000 കൂടുതൽ സ്കോറുകളും ബെറ്റർ പെർഫോമൻസ് ആണെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 അവർ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ല പ്രഷറിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ വെറും സ്നാപ്ഡ്രാഗൺ നമുക്കിപ്പോൾ വിളിക്കാം. അപ്പോൾ എന്തായാലും ഹാഫ് ഇയർലി അവർ ഇറക്കുന്ന ഒരു സ്നാപ്ഡ്രാഗൺ ട്രിപ്ലേറ്റിന് പകരമുള്ള പ്ലസ് ഉണ്ടല്ലോ, അതിന് പകരം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിട്ട് ഇറക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ തെർമൽസെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയായിരിക്കും വേണ്ടയില്ലെങ്കിൽ മീഡിയ ടെക് ഒക്കെ അവർ ക്രോസ് ചെയ്ത് പോകുന്നതാണ് പറയുക ഈ ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്തുനിന്ന്. അതേപോലെ തന്നെ ഷോമിയുടെ ഭാഗത്ത് നിന്ന് വേറെ ന്യൂസും കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ ഷോമിയുടെ തന്നെ Mi Mix Fold 2 വരുന്നുണ്ട്. അടുത്ത കൊല്ലത്തെ ഒരു ഫോൾഡബിൾ ഫോൺ ആകുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇക്കൊല്ലം ഇറങ്ങിയ ഫോൾഡ് ഇന്ത്യയിലേക്ക് വന്നില്ല, അടുത്ത കൊല്ലം വരുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും അത് ഇറങ്ങുന്നുണ്ട് ഷോമി Mi Mix Fold 2. ഇതിൽ മേജറായിട്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 1 അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു റൂമേഴ്സ്. ചൈനയിൽ എന്തായാലും മാർച്ച് 2022 ലോഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ Q1 തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റഡ്. ഇന്ത്യയിലേക്ക് വരുമല്ലോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അവസാനത്തെ 2 അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് പറയുന്നത് OnePlusൻ്റെ ഭാഗത്തു നിന്നാണ്. OnePlusൻ്റെ തന്നെ ബഡ്സ് Z2 എന്ന് പറയുന്ന ഒരു ഇയർബഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ് റേഞ്ച് ആണ്, 5000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5.2 ട്രിപ്പിൾ മൈക്ക് സിസ്റ്റം, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഇയർബഡ്സിൻ്റെ ബാറ്ററി ലൈഫ് അപ് ടു 7 hours വിത്ത് കേസ് 38 hours, 10 മിനിറ്റിൻ്റെ ചാർജിൽ എന്ന 5 hours പ്ലേ ബാക്കും കിട്ടുന്നുണ്ട്. പിന്നെ IP55 സർട്ടിഫിക്കേഷൻ, ഡോൾബി അറ്റ്മോസിൻ്റെ തന്നെ ട്യൂണിങ്ങും 2 കളർ വേരിയൻ്റൊക്കെയാണ് കേൾക്കുന്നതിൻ്റെ സ്പെക്സ് എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല, ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു OnePlus ബഡ്സ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ OnePlus 10 സീരീസിൻ്റെ ലോഞ്ച് ഇപ്രാവശ്യം വളരെ ഏർലിയാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി മാർച്ചിലാണ് ചൈനയിൽ കാണാൻ, ഇപ്രാവശ്യം ജനുവരിയിലാണ്. എന്നിട്ട് ഇന്ത്യയിലേക്ക് അതൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ എത്തുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഏർലി തന്നെയാണ്. കാരണം അവർക്ക് OnePlus 9 സീരീസൊക്കെ മാച്ച് കളഞ്ഞ് പുതിയ 10 സീരീസിലൊക്കെ അപ്ഗ്രേഡ്സ് ആണ് കൊണ്ടുവരാന്നില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് OnePlus 9 സീരീസ് പോലെ ആവാതെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണോ ഈ തെറ്റ് പറ്റി അതൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ കുറച്ച് ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്, നിങ്ങൾ എന്ത് വീഡിയോ പറ്റി നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കസ് നിങ്ങൾക്ക് വിളിച്ചപ്പെട്ടു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ.